ഹലോ നമസ്കാരം, ഞാൻ സിന്ധു വേണുഗോപാൽ. അപ്പോൾ ഇതൊരു കുട്ടി ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഒരു കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊരു ദിവസം രാവിലെ ഒരു ഡ്രൈവ് പോലെ പോയതാണ്. ഇത് MES കല്ലടി കോളേജാണ് കാണുന്നത്. ഞാനിവിടെ പഠിച്ചതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ. ഇത് മണ്ണാർക്കാട്ടുനിന്ന് കാഞ്ഞിരപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നല്ല വഴിയും നല്ല കാഴ്ചകളും ഒക്കെയാണ്. നല്ല ഭംഗിയുള്ളൊരു, നിങ്ങൾ അടുത്തിവിടെ എവിടെയെങ്കിലും പാലക്കാട് ജില്ലയിൽ എവിടെയെങ്കിലും ആണ് ഒരു ദിവസത്തെ ഒരു ഔട്ടിങ്ങിന് വരാനൊക്കെ ആണെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ് കാഞ്ഞിരപ്പുഴ കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയമ്മയുടെ മോനാണ് കൂടെ ഉള്ളത്. എൻ്റെ കസിൻ രമേശ് നേവിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഉള്ളത് എൻ്റെ ചെറിയമ്മയാണ്, ചെറിയമ്മ എന്നൊന്നും വിളിക്കാറില്ല, ചേച്ചി എന്നാണ് വിളിക്കുന്നത്, ഗീത ചേച്ചി. അപ്പോൾ ഗീത ചേച്ചി വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തലേ ദിവസം എൻ്റെ വേറൊരു കസിൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ ഇവിടെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാണാൻ വരണമെന്നുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി വരികയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. 7-7:30 ആയതുകൊണ്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു ഡ്രൈവിന് വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ രാവിലെ നേരത്തെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ട്രാഫിക്കൊന്നും ഇല്ലാതെ ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ എത്തി. പക്ഷേ അധികം ആൾക്കാരും അങ്ങനെ ബഹളമൊന്നും ഇല്ലാതെ കാണാൻ വരികയാണെങ്കിൽ രാവിലെയാണ് നല്ലത്. പക്ഷേ കുറച്ച് കുട്ടികൾക്കൊക്കെ കളിക്കാനും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈവനിങ് വരുന്നതായിരിക്കും നല്ലത്. അപ്പം ഞങ്ങൾ എത്തി. ഇവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, സാധാരണ പോലെ തന്നെ. ഇവിടെ നിന്നാലാണ് ആക്ച്വലി നമുക്ക് ഡാം ശരിക്ക് കാണാൻ പറ്റുന്നത്. മറ്റേത് അവിടെ ആദ്യം പോയി നിന്നെടുത്തുനിന്ന് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് കേട്ടോ. റോഡ് ഉണ്ടെന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. കുറച്ച് ട്രാഫിക്കൊക്കെ ഉള്ള ഒരു റോഡ് തന്നെയാണ് ഉള്ളത്. പക്ഷെ അതല്ലെങ്കിൽ രണ്ട് സൈഡും പുഴയും അതിൻ്റെ ദൂരെ നമുക്ക് ഡാം കാണാം. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങളിവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഈ കാഞ്ഞിരപ്പുഴ ഡാമിനടുത്ത് തന്നെ ഒരു പാർക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ നേരത്തെ ആയതുകൊണ്ട് അത് തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ. അതിനെല്ലാം സമയമുണ്ടായിരിക്കും, ഈവനിങ് ആയിരിക്കും അത് ഓപ്പൺ ആവുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അത് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കറിയാം നന്നായി മെയിൻറ്റെയിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. കുട്ടികൾക്ക് കളിക്കാനും അല്ലെങ്കിൽ വലിയവർക്ക് നടക്കാനും ഈവനിങ് വാക്കിനൊക്കെ പറ്റിയതാണ്. ഇതാണ് എൻട്രൻസ് ആണ് കേട്ടോ. ഇത് എൻട്രി ഇവിടുന്നാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ പാർക്കിങ്ങിനാണെങ്കിലും ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വരാം. ഒരു ദിവസത്തെ ഒരു ഔട്ടിങ്, ഒരു ദിവസം ഇല്ലെങ്കിലും ഒരു അര ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഒരു ഉച്ച സമയത്തൊക്കെ വരികയാണെങ്കിൽ ഈവനിങ് നമുക്ക് എല്ലാം കണ്ടൊക്കെ തിരിച്ചു പോവാം. ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് വെയിലാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെയാണ് ഞങ്ങൾ വന്നതെങ്കിലും തിരിച്ചു പോകാൻ നേരത്തേക്ക് കുറച്ച് വെയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഏപ്രിലിൽ നടന്ന സംഭവമാണ് കേട്ടോ. ഞങ്ങൾ ഏപ്രിലാണ് ഈ ഒരു ഔട്ടിങ് ഉണ്ടായിരുന്നത്. എൻ്റെ കസിൻ്റെ കല്യാണം ഏപ്രിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് തിരിച്ചു പോകുന്ന വഴിയാണ്. ഈ പോകുന്ന വഴി തന്നെ നല്ല കാണാനും എല്ലാം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു ഹെയർ പിൻ വളവൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്ന് വരുന്ന വഴിക്ക് ഓരോ ചായയൊക്കെ കുടിച്ചു. എനിക്ക് ചെറിയ തട്ടുകടകളിലെ ചായ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ 1 മീറ്റർ ചായ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇങ്ങനെ നീട്ടി അടിച്ച് തരുന്ന ചായ ഉണ്ടല്ലോ, അതാണ് കുടിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞാനന്ന് ഉച്ചയ്ക്ക് തിരിച്ച് ബാംഗ്ലൂർക്ക് പോരുകയാണ്. വൈകിട്ട് ഗീത ചേച്ചി ചെന്നൈക്കും പോവും. രമേശിന് കുറച്ചും കൂടെ ലീവുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം എല്ലാവരും കൂടെ കൂടിയത് എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയായിരുന്നു. ഒരു 2-3 ദിവസം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു എല്ലാവരും കൂടെ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. കാണുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.